ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഫില്ലറ്റ് ആൻഡ് റെസിപ്പി ചെയ്താലോ. ഇത് നമ്മുടെ കേക്ക്സിനൊക്കെ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ. വീഡിയോയിലോട്ട് പോകുന്നതിനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് മെഷർ ചെയ്തെടുക്കണം. ഞാനിവിടെ 30 ഗ്രാം മെൽറ്റഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 30 ഗ്രാം മെൽറ്റഡ് ബട്ടർ അളന്നെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 30 ഗ്രാം എഗ് വൈറ്റ്സ്. എഗ് യോക്ക് എടുക്കാൻ പാടില്ല, എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെ എഗ് വൈറ്റും 30 ഗ്രാം അളന്നെടുത്ത്, പിന്നെ നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ അതും 30 ഗ്രാം നമ്മളിവിടെ മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാണ്. മൈദയും നമുക്ക് 30 ഗ്രാം, എല്ലാം സെയിം അളവിൽ തന്നെ എടുക്കണം. പിന്നെ നമ്മൾ 30 ഗ്രാം മൈദയും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇത്രയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 30 ഗ്രാം എഗ് വൈറ്റ്സ്, 30 ഗ്രാം മൈദ, 30 ഗ്രാം ഷുഗർ, 30 ഗ്രാം മെൽറ്റഡ് ബട്ടർ, പിന്നെ വാനില എസൻസ് ഇത്രയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് എഗ് വൈറ്റ്സും ഷുഗറും കൂടെ ആഡ് ചെയ്ത് ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. എഗ് വൈറ്റ്സും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റും ഷുഗറും കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ 30 ഗ്രാം, അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യണം. അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ് കാണാൻ വേണ്ടി മാത്രം ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബാറ്റർ എല്ലാം നല്ലതുപോലെ മൈദയും എഗ്ഗും ഷുഗറും ബട്ടർ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്തോളൂ കേട്ടോ, ആഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അത് ആഡ് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്താണ്ട് ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സിലിക്കോൺ മോൾഡിലോട്ടും മാറ്റി കൊടുക്കണം. ഒരു സിലിക്കോൺ ഷീറ്റിലിട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓവൻ്റെ ട്രേ ഉണ്ടല്ലോ, ട്രേക്കകത്ത് സിലിക്കോൺ ഷീറ്റ് വെച്ചിട്ട് അതിനകത്താണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു സ്പാച്ചിൽ യൂസ് ചെയ്ത് നല്ലതുപോലെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിതൊരു തിൻ ലെയറായിട്ട് വേണം സ്പ്രെഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ഹാർഡായി പോകും. നല്ല തിന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിൽ ഒരു 160 ഡിഗ്രി അല്ലെങ്കിൽ 170 ഡിഗ്രിയിൽ ഒരു 10 to 12 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഇവിടെ നല്ലതുപോലെ സ്പ്രെഡാക്കി എടുത്തിട്ട് നല്ല തിൻ ലെയറായിട്ടാണ് സ്പ്രെഡ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലറ്റ് ആൻഡ് ബിസ്ക്കറ്റ് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതായിരിക്കും. കണ്ടോ, അപ്പം നല്ലതുപോലെ നമ്മുടെ ഇവിടെ ബിസ്ക്കറ്റ് ഇവിടെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. നല്ല തൊടുമ്പം തന്നെ പൊടിഞ്ഞു വന്ന് അത്രയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് കറക്റ്റ് ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ എല്ലാം നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റായിട്ട് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കുറിച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.